ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപെക്സ് ബാങ്കായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായി ഒരു അപെക്സ് ബാങ്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നബാർഡിനെ കുറിച്ചാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഓർഗനൈസേഷൻസിൻ്റെയും എല്ലാം ഒരു കോർഡിനേറ്റിംഗ് ഏജൻസി ആയിട്ട്, ഒരു സെൻട്രൽ ഏജൻസി ആയിട്ട്, ഓക്കെ, ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എൻവിസേജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നബാർഡ് രൂപീകരിക്കപ്പെടുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം, നബാർഡ് രൂപീകരിക്കുന്നതിന് മുമ്പ് ഓക്കെ അഗ്രികൾച്ചർ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഏജൻസീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻസ്, കോപ്പറേറ്റീവ് ബാങ്കുകൾ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇങ്ങനെ 3 ടയറും 2 ടയറും, അതുപോലെ തന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും, ലാൻഡ് മോർഗേജ് ബാങ്ക് അല്ലെങ്കിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ എങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ക്രെഡിറ്റിൻ്റെ റൂറൽ ഏരിയ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതും റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റിൻ്റെ ഫ്ലോ അത്രത്തോളം പ്രോപ്പർ ആയിരുന്നില്ല. പലപ്പോഴും അതിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ക്ലിയർ? ജെന്യുവനായിട്ടുള്ള ആളുകളിലേക്ക് ഇവരുടെ ബാങ്കുകളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ നൽകുന്ന ക്രെഡിറ്റ് പോയി എത്തുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് അതൊന്നും വലിയ തോതിൽ നടക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം പോരായ്മകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, നമുക്കറിയാം, കോപ്പറേറ്റീവ് ബാങ്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ബാങ്കുകളായിക്കോട്ടെ, അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റിനോ പൈസ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മടിക്കും. കാരണം എന്താ? ചിലപ്പോൾ അത് അല്ലേ, നമുക്കറിയാം ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും നേരത്തെ മുൻ കാലഘട്ടങ്ങളിലൊക്കെ അല്ലേ അത് മഴയെ ആശ്രയിച്ചുകൊണ്ടാണ്, മൺസൂണിനെ ഡിപ്പെൻഡബിൾ ആയിരുന്നു. ക്ലിയർ? മൺസൂൺ കുറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഉണ്ടാവില്ല. അപ്പോൾ ലോൺ എടുത്ത പൈസ അടയ്ക്കാൻ പറ്റാതോ, അത് ഓവർ ഡ്യൂ ആവും, കിട്ടാക്കടമാവും. ക്ലിയർ? ജപ്തി ചെയ്യേണ്ടത്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വരുന്ന കുറേയധികം ഇംപെഡിമെൻറ്റ്സ്, ഹിൻഡ്രൻസസ്, ബ്ലോക്സ് നമ്മൾ ഇന്ത്യൻ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഇന്ത്യൻ റൂറൽ ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിരുന്നു, സെക്ടറിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ബാങ്കുകളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ലെൻഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു, ഒരു അത്രത്തോളം ചെയ്യാത്തൊരു സാഹചര്യം. പക്ഷേ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി റീഫിനാൻസിങ് കോർപ്പറേഷൻ, അഗ്രികൾച്ചർ റീഫിനാൻസിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ARDC എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്ലിയർ? അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ക്ലിയർ? അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെ റൂറൽ ക്രെഡിറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ക്ലിയർ? അവർ ബാങ്കിങ് സൂപ്പർവിഷൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു കോർഡിനേറ്റഡ് എഫേർട്ടിൽ അല്ലെങ്കിൽ കോർഡിനേറ്റഡ് രീതിയിലേക്ക് വരുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ക്ലിയർ സെൻട്രൽ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും, ക്ലിയർ, റീഫിനാൻസിൻ്റെ കേസസിലായാലും ശരി, എന്താണ് റീഫിനാൻസ് നമ്മൾ നേരത്തെ നോക്കി അല്ലേ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി നടത്തുന്ന ലോണുകൾ, ക്ലിയർ, അതിൻ്റെ എമൗണ്ട്, ക്ലിയർ, ഈ ചെറുകിട താഴേക്കടയിലുള്ള ഓർഗനൈസേഷൻസിനോ ബാങ്കുകൾക്കോ സൊസൈറ്റികൾക്കോ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഒരു സെൻട്രൽ ഏജൻസി എന്ത് ചെയ്യുന്നു, അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവില്ല, ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവില്ല. ക്ലിയർ? അപ്പോൾ ഫണ്ടിൻ്റെ ഷോർട്ടേജ് എന്നുള്ള രീതിയിൽ അതൊരു കാരണമാക്കിക്കൊണ്ട് ലോൺ കൊടുക്കാതിരിക്കുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ റീഫിനാൻസിങ് കുറച്ചുകൂടെ എഫിഷ്യൻ്റാക്കി മാറ്റുക, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റും റൂറൽ ഡെവലപ്മെൻറ്റും കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ഒരു ഗ്രേറ്റർ പേസസിലേക്ക് അത് കൊണ്ടുവരിക. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ ഉള്ള ചില ഒബ്ജക്റ്റീവ്സൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ നീഡ് മനസ്സിലാക്കിക്കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ക്ലിയർ സംയുക്തമായി ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുകയും ഉണ്ടായി. ക്ലിയർ? അപ്പോൾ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 1979 ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
അഗ്രികൾച്ചർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ബ്രാഞ്ചിൻ്റെയും അവരുടെ ഫങ്ഷൻസും, അതുപോലെ ARDC അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഫങ്ഷൻസിനെല്ലാം മെർജ് ചെയ്തുകൊണ്ട് ഒരു സെപ്പറേറ്റ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കംപ്ലീറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജ്യത്താകമാനം നടക്കുന്ന അഗ്രികൾച്ചറൽ ഫിനാൻസിനെ മോണിറ്റർ ചെയ്യാനും അഗ്രികൾച്ചർ സെക്ടറിനോ റൂറൽ ഡെവലപ്മെൻറ്റിനോ വേണ്ടിയിട്ടുള്ള സ്കീമുകൾ ആവിഷ്കരിക്കാനും ഗവൺമെൻറ് നൽകുന്ന സബ്സിഡീസോ ഇൻസെൻറ്റീവ്സൊക്കെ ശരിയായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും റീഫിനാൻസ് ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത് യഥാസമയം എത്തിക്കാനൊക്കെ കഴിയും. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു മുൻ മെമ്പറായിട്ടുള്ള ഒരാളെ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുകയും അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു നബാർഡ് പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ നബാർഡിന് രൂപം നൽകുന്നുണ്ടായി. ദാറ്റ് വാസ് ഇൻ ദ ഇയർ 1982. 1982 ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ക്യാപിറ്റലൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 100 കോടി രൂപ ഇനീഷ്യൽ ക്യാപിറ്റൽ വെച്ചിട്ടാണ് അത് തുടങ്ങുന്നത്. സോ 2013 ഇതിൻ്റെ സ്റ്റുഡൻറ്റ് ക്യാപിറ്റൽ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് RBI ഏകദേശം 4000 കോടി രൂപയിലധികം ഉണ്ട്. ആൻഡ് ഹോൾഡിംഗ് 3880 crore ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 20 crore. അപ്പോൾ കൂടുതലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡിങ്ങോട് കൂടിയാണ് നബാർഡ് പ്രവർത്തിക്കുന്നത്. 4700 കോടി രൂപയാണ് 2014 കണക്കനുസരിച്ച് വരുന്നത്. ദെൻ നബാർഡ് ഹാസ് ടു പെർഫോം എ ഡ്യുവൽ ഫങ്ഷൻ. 2 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അത് പെർഫോം ചെയ്യും. ഒന്ന്, ദ ഫങ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസ് എൻ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. റിസർവ് RBI ആണ് ബാങ്കുകളുടെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ അഗ്രികൾച്ചർ പർപ്പസിനുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെയും അപെക്സ് ബോഡി ആയിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? നബാർഡ് പ്രവർത്തിക്കുന്നു. സോ ഇറ്റ് ആക്ട് ആസ് എൻ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഗ്രികൾച്ചർ ഫിനാൻസിങ്. നമ്പർ 2, ദ ഫങ്ഷൻ ഓഫ് ARDC. ARDCയുടെ ഒരു ഫങ്ഷൻ എന്താ? ARDC റീഫിനാൻസിങ് അല്ലേ? ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആയിട്ടുള്ള അല്ലെങ്കിൽ നബാർഡ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ARDC, നബാർഡ് വന്നതോടുകൂടി ARDC ഇല്ലാതായിട്ട് മാറി. അപ്പോൾ ARDCയുടെ ഫങ്ഷൻ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതുവരെ നിർവഹിച്ചു വന്നിരുന്ന ഫങ്ഷൻ. അതായത് ഗ്രാമങ്ങളിലോ പ്രദേശങ്ങളോ റൂറൽ ഏരിയയിലോ ഉള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അത്തരത്തിലുള്ള റൂറൽ ഡെവലപ്മെൻറ്റോ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിനോ വേണ്ടി നൽകുന്ന ഫിനാൻസിന് ലോണുകളുടെ ആ പൈസ അത്രയും തുല്യമായിട്ടുള്ള പൈസ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു നിശ്ചിത പോർഷൻ വരെ റീഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. അത്തരത്തിലുള്ള റീഫിനാൻസിങ് ഓപ്പറേഷൻ. അപ്പോൾ ഇത് രണ്ടും റിസർവ് ബാങ്കിൻ്റെ കുറച്ച് ഫങ്ഷൻസും അതുപോലെ തന്നെ ARDCയുടെ ഫങ്ഷൻ രണ്ടും കൂടെ ചേർത്തിട്ടാണ് നബാർഡ് ചെയ്യുന്നത്. ദെൻ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ്, റൂറൽ ക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർ ഫിനാൻസിങ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ആൾസോ ഹാസ് എ മാൻഡേറ്റ് ടു സപ്പോർട്ട് ഓൾ അതർ allied economic activities in rural areas, promote integrated and sustainable rural development and secure prosperity of rural area. അപ്പോൾ വലിയൊരു ബ്രോഡായിട്ടുള്ള റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് നോക്കാം. ടു ഇൻ്റഗ്രേറ്റ് ദി വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ്ഡ് ഇൻ ദി ഏരിയ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികളെയും എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ ടു പ്രൊവൈഡ് ഗൈഡൻസ് ടു ഓൾ മാറ്റേഴ്സ് കൺസേണിങ് ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആവശ്യമായുള്ള പ്രോഗ്രാമുകൾ, സ്കീമുകൾ, ഗവൺമെൻറ് സ്പോൺസേർഡ് സ്കീംസ്, അതിൻ്റെ മൊഡാലിറ്റി, പ്രൊസീജിയർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? നിശ്ചയിക്കുക, ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? നബാർഡ് വന്നത്. സോ ദ ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നബാർഡ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് പ്രധാനമായിട്ടും താഴെ പറയുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് എൻ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ പറഞ്ഞല്ലേ, അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അപെക്സ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്നു. ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അത് പ്രവർത്തിക്കുന്നു. ഇറ്റ് ആക്ട് ആസ് എ റീഫിനാൻസിങ് ഏജൻസി.
ഇങ്ങനെയുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നൽകപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ലോൺ അല്ലേ, ക്രോപ്പ് ലോൺ ആയിക്കോട്ടെ, ഫാം ലോൺ ആയിക്കോട്ടെ, ഫാം ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ക്ലിയർ, റൂറൽ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, റോഡ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ക്ലിയർ, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള പവർ ക്ലിയർ ജനറേഷൻ യൂണിറ്റുകൾക്കായിക്കോട്ടെ, ക്ലിയർ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സ്കീമുകളുടെയും റീഫിനാൻസിങ്, ക്ലിയർ, ബാങ്കുകളോ ഇൻസ്റ്റിറ്റ്യൂഷനോ കൊമേഴ്ഷ്യൽ ബാങ്കുകളോ കോപ്പറേറ്റീവ് ബാങ്കുകളോ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളോ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളോ അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളോ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളോ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളോ ഒക്കെ നൽകുന്ന ഫിനാൻസിനെ ഇവരെന്ത് ചെയ്യുന്നു, തിരിച്ച് ക്ലിയർ അവർക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നു, ക്ലിയർ, അത്തരത്തിലുള്ള റീഫിനാൻസിങ് ചെയ്യുക. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് to state cooperative bank, RRBs, land development banks, commercial banks and service cooperative banks to promote agriculture and rural development. Clear? അപ്പോൾ agriculture rural development വേണ്ടി ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. റീഫിനാൻസിങ് മാത്രമല്ല ലോണുകളും കൊടുക്കും. ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം ക്ലിയർ ലോൺസ് and advances to the institution. Clear? SCB, state cooperative ബാങ്കുകൾക്കോ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കോ RRBസിനോ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനോ കൊമേഴ്ഷ്യൽ ബാങ്കിനോ അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊക്കെ അത് നൽകും. ദെൻ ഇറ്റ് കോർഡിനേറ്റ്സ് the operations of rural credit agencies. Rural credit ഏജൻസികളുടെ ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. It provides term loans to any institutions approved by the central government. Clear? Then it contributes to the share capital or invest in securities of institutions concerned with agriculture and rural development. ഇങ്ങനെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അവരുടെ ഷെയർസോ ഡിബഞ്ചറോ സെക്യൂരിറ്റീസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യും, അപ്പോൾ അവർക്ക് ഫണ്ട് കിട്ടും. ആ രീതിയിൽ ചെയ്യും. ഇറ്റ് പ്രൊവൈഡ്സ് റീഫിനാൻസിങ് ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് RRBs. ഓൾറെഡി പറഞ്ഞാണ്. ദെൻ ഇറ്റ് കോർഡിനേറ്റ്സ് all the activities of central and state governments and planning commission and all other all India and state level institutions entrusted with the development of economic activities in rural area. Clear? അപ്പോൾ ഒരു പ്രസന്റ് സെനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികളൊക്കെ ക്ലിയർ പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നീതി ആയോഗ് നമ്മളിങ്ങനെ പറയുന്ന ഇത്തരത്തിലുള്ള എല്ലാ ഏജൻസീസും ക്ലിയർ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരുന്ന സ്കീമുകൾ ക്ലിയർ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൊഡാലിറ്റീസ്, പ്രൊസീജിയർ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, അതെല്ലാം ഇവർ തന്നെയാണ് ചെയ്യുക. Then it has the responsibility to inspect cooperative bank. Clear? പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളോ RRBസിനൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള ക്ലിയർ പവർ RBIയുടെ പവർ ഇവർക്കാണ് ഇപ്പോൾ ഉള്ളത്. ക്ലിയർ? Then the bank undertakes monitoring and evaluation of projects refinanced by it. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നു? They undertakes monitoring and evaluation. ക്ലിയർ? ഇവർ നൽകുന്ന ഫിനാൻസസ് റീഫിനാൻസ് ചെയ്യുന്ന പ്രോജക്റ്റുകളൊക്കെ കറക്റ്റായിട്ട് അതേ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇറ്റ് അഡ്വൈസസ് ദ ഗവൺമെൻറ് ആൻഡ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ക്രെഡിറ്റ്. അഗ്രികൾച്ചർ ക്രെഡിറ്റ്, റൂറൽ ക്രെഡിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുക? അഡ്വൈസ് ചെയ്യുക. ക്ലിയർ? ടു മെയിൻറ്റെയിൻ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ക്ലിയർ? ദാറ്റ് ടു ഫോർമുലേറ്റ് ദ പ്രോജക്ട്സ് ആൻഡ് പ്രൊപ്പഗേഷൻ ആൻഡ് പ്രോഗ്രാംസ് which are suited for the requirement of the different areas for the rural development. Clear? അപ്പോൾ ഓരോരോ റൂറൽ ഏരിയയ്ക്കും ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള റിസോഴ്സസിൻ്റെയും അതുപോലെ തന്നെ അവിടെയുള്ള കേപ്പബിലിറ്റീസ് ഒക്കെ വ്യത്യാസമായിരിക്കും. അതനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദ ഫോർമുലേറ്റ്സ് പ്രോജക്ട്സ്, ക്ലിയർ, സ്യൂട്ടബിൾ പ്രോജക്ട്സ് ദാറ്റ് ആർ അപ്ലിക്കബിൾ ടു, ദാറ്റ് ആർ യൂസ്ഫുൾ ടു, ബെനിഫിഷ്യൽ ടു ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കും. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് on agriculture and rural development. Clear? It extends to extend formal banking services to unreached rural poor by involving supplementary credit delivery strategies in cost-effective manner, promoting self-help group. Clear? Microfinancing അല്ലെങ്കിൽ self-help group. Clear? കുടുംബശ്രീ യൂണിറ്റ് പോലുള്ള യൂണിറ്റുകൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം വഴി അവരെന്ത് ചെയ്യുന്നു? ബാങ്കുകളോ അല്ലെങ്കിൽ ബാങ്കിങ് ഫങ്ഷൻസോ റീച്ച് ചെയ്യാത്ത അൺറീച്ച്ഡ് ആയിട്ടുള്ള മേഖലകളിൽ ക്ലിയർ നബാർഡ് എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ കുറേയധികം ഫങ്ഷൻസ് ആര് പെർഫോം ചെയ്യുന്നുണ്ട്? നബാർഡ് പെർഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ? സോ ദ ക്യാപിറ്റൽ ഓഫ് നബാർഡ് ഈസ് ഹെൽഡ് ബൈ റൂറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ക്യാപിറ്റൽ അല്ലേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 2015 മാർച്ച് മാസത്തിൽ ഏകദേശം 5000 കോടി രൂപയോളം അവരുടെ ക്യാപിറ്റൽ ഉണ്ട്. ക്ലിയർ അല്ലെ? 99.5% ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അത് ബാക്കിയുള്ള കുറച്ച് പോർഷൻ RBI ആണ് ഹെൽഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ നോക്കിയ കാര്യം. ക്ലിയർ?
അപ്പോൾ വളരെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് എന്തിനെ പറയാൻ പറ്റും, നബാർഡിനെ പറയാൻ പറ്റും. ക്ലിയർ? മാനേജ്മെൻറ്റ്, ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടത്തപ്പെടുന്നത്? സോ ദ മാനേജ്മെൻറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി മാനേജർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസ് ചെയർമാൻ. ക്ലിയർ? ആർ ബി ഐയുടെ ഒരു ഡെപ്യൂട്ടി മാനേജറായിരിക്കും, ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കും ഇവിടെ നബാർഡിൻ്റെ ചെയർമാനായിട്ട് വരിക. ക്ലിയർ? ആൻഡ് 3 നോമിനീസ് അപ്പോയിൻറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആർ ബി ഐ 3 ആൾക്കാരെ ഡയറക്ടർ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യും. അല്ല, സെൻട്രൽ ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നു, നോമിനേറ്റ് ചെയ്യും. ക്ലിയർ? 3 members out of which 2 with experience in cooperative banking and 1 in commercial banking. Clear? അപ്പോൾ 2 ആൾക്കാർ, 3 പേരിൽ 2 ആൾക്കാർ ആരായിരിക്കണം? കോപ്പറേറ്റീവ് ബാങ്കിങ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്, ക്ലിയർ, ഈ രീതിയിൽ മേഖലയിൽ കഴിവ് തെളിയിച്ച ആൾക്കാരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരാൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ഒരാളെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക. ദെൻ 2 nominees ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ക്ലിയർ? സ്റ്റേറ്റ് ഗവൺമെൻറ്റും പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അവർക്ക് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് 2 നോമിനീസ് കൊണ്ടുവരാം. 2 experts in rural economic and rural development. Clear? Rural economies, rural development, agriculture development, ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള എക്സ്പേർട്ടായിട്ടുള്ള 2 ആൾക്കാരെ എക്സ്പേർട്ടായിട്ട് വരും. ദെൻ എ മാനേജിങ് ഡയറക്ടർ ആൻഡ് 1 or more whole time director. ക്ലിയർ? ഒരു മാനേജിങ് ഡയറക്ടർ, 1 അതിലധികമോ ഹോൾ ടൈം ഡയറക്ടേഴ്സ്. ക്ലിയർ? ഇങ്ങനെ അടങ്ങുന്നതാണ് നബാർഡിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? സ്കീംസ് ഓഫ് നബാർഡ് കൊണ്ടുവന്നുള്ള പ്രധാനപ്പെട്ട സ്കീംസ് എന്തൊക്കെയാണ്? കുറേയധികം സ്കീംസ് ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മളിവിടെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് സ്കീംസ് മാത്രമേ നോക്കൂ. നബാർഡ് ഇംപ്ലിമെൻറ്റഡ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി സ്കീം ഫോർ കൺസ്ട്രക്ഷൻ, എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ ഓഫ് കോൾഡ് സ്റ്റോറേജ് ആൻഡ് സ്റ്റോറേജ് ഫോർ ഹോർട്ടിക്കൾച്ചർ പ്രോഡക്ട്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ത്രൂ back-ended capital subsidy up to 25% of project cost subject to a maximum of 50 lakh per project. Clear? അപ്പോൾ നമുക്കറിയാൻ പറ്റും റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയുടെ ഒരു പ്രത്യേകത അഗ്രികൾച്ചറാണ് അവിടുത്തെ മേജർ ഒക്കുപ്പേഷൻ അല്ലേ. ഈ അഗ്രികൾച്ചറിൽ വരുന്ന തന്നെ നമുക്കറിയാൻ പറ്റും ഹോർട്ടിക്കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ വരുന്ന സമയത്ത്. ക്ലിയർ? അത്തരത്തിലുള്ള പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത പെട്ടെന്ന് അത് പെരിഷബിൾ ആണ് അല്ലേ. വെജിറ്റബിൾ ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ. ക്ലിയർ? അപ്പോൾ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് പെരിഷബിൾ ആയിരിക്കും. അപ്പോൾ ഈ പെരിഷബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, അത് ഹാർവെസ്റ്റ് ചെയ്ത ഉടനെ അത് സംരക്ഷിക്കണം. അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, ഫ്രീസർ സർവീസ്, ക്ലിയർ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ക്ലിയർ സബ്സിഡീസ് കൊടുക്കുന്നു. ക്ലിയർ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡിയാണ്. അപ്പോൾ ഓരോ ഗ്രാമപ്രദേശങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഗ്രാമപ്രദേശങ്ങൾ വിളവെടുക്കുന്ന വിളകൾ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനും. ക്ലിയർ? മാർക്കറ്റ് പ്ലേസസിലേക്ക് ഇത് എത്തിക്കുന്നവരെ സ്റ്റോർ ചെയ്യാനും. ക്ലിയർ? മാർക്കറ്റ് പ്ലേസസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ലിയർ ഫ്രഷ് ആയിട്ട് കൊണ്ടുപോയി അതിനെ സെയിൽ ചെയ്യാനും അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും അതുവഴി കർഷകർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കുറയ്ക്കാനും ഇതുവഴി കഴിയും. അപ്പോൾ ആ രീതിയിലാണ് നബാർഡിൻ്റെ സ്കീം വരുന്നത്. ക്ലിയർ? സോ അതിനെന്ത് ചെയ്യുന്നു, 25% ഓഫ് ദി പ്രോജക്റ്റ് കോസ്റ്റ് ഓർ 50 lakh. ക്ലിയർ? പരമാവധി 50 ലക്ഷം രൂപ വരെ ഇവർ സബ്സിഡി ആയിട്ട് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ട് നൽകുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു പ്രോജക്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി സ്കീം എന്നാണ് അതിനെ പറയുക. അത് നബാർഡിൻ്റെ കീഴിലാണ് വരുന്നത്. ദെൻ ഇറ്റ് റീഫിനാൻസസ് 90% ഓഫ് ദി എമൗണ്ട് ഫിനാൻസ്ഡ് ബൈ ആസ് ലോൺസ് by commercial bank, RRBs, ADFCs and SCBs. Clear? Then SCARDBs. Clear? ഇങ്ങനെ റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ വില്ലേജ് ഏരിയയിൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്ലിയർ? അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിക്കോട്ടെ, RRBs ആയിക്കോട്ടെ. ക്ലിയർ? അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളായിക്കോട്ടെ, റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളായിക്കോട്ടെ. ക്ലിയർ? ഇവരെല്ലാം നൽകുന്ന ലോണുകൾ റീഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ? ദെൻ ഇറ്റ് ഹാസ് ഇൻട്രൊഡ്യൂസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം. അപ്പോൾ റീഫിനാൻസിങ് ആയി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡിയുടെ ഇംപ്ലിമെൻറ്റേഷനായി, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സോ ദേ ആർ ആൾസോ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ എക്സ് സർവീസ്മെൻ. ക്ലിയർ? ആസ് എ കോംപ്രഹെൻസീവ് പാക്കേജ് ഓഫ് ക്രെഡിറ്റ് അസോസിയേറ്റിംഗ് assisting ex-servicemen, disabled service personnel, widows of ex-servicemen, in order to enable them to undertake agriculture and allied activities and set up small and tiny village and cottage industries in rural areas for their own gainful employment or settlement. Clear? Or agri-based industries. Clear? In agri-oriented ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ വില്ലേജ് അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ കൊണ്ടുവരുന്നതിന്. ക്ലിയർ? എക്സ്-സർവീസ്മെന്നോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള സർവീസ് പേഴ്സണൽസിനോ അത് വിഡോസ് ഓഫ് സർവീസ്മെൻസോ. ക്ലിയർ? ഇവർക്ക് എന്ത് കൊടുക്കുന്നു, അസിസ്റ്റൻസ് കൊടുക്കുന്നു. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്കീംസ് ഉണ്ട്.
Then it provides refinances under automatic refinance schemes against loans granted by banks for non-farm sector activities with effect from 1989 onwards. Yeah. അപ്പോൾ അതുപോലെ തന്നെ നോൺ ഫാം സെക്ടറിലേക്ക് കൊടുക്കുന്ന ലോണുകൾക്കും റീഫിനാൻസിങ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി 1989 മുതൽ ഇത് ചെയ്തു വരുന്നത്. ക്ലിയർ. ഇറ്റ് പ്രൊവൈഡ്സ് 70% ഓഫ് റീഫിനാൻസ് ടു ബാങ്ക് ആൻഡ് RRBs on automatic refinancing facility. Clear. For small road transport operators, അല്ലേ, റോഡ് ട്രാൻസ്പോർട്ടേഴ്സ്, ചെറിയൊരു ബസ്സോ ഒന്നോ രണ്ടോ ബസ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാക്സി സർവീസസ് അല്ലെങ്കിൽ കൺവെയൻസ് പബ്ലിക് സർവീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അക്സസിബിലിറ്റി കൂട്ടുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ക്ലിയർ. നമുക്കറിയാൻ പറ്റും ഒരു റൂറൽ ഏരിയയിൽ നിന്നും അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ വേണം, അല്ലേ. പത്തരത്തിലുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ക്ലിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് കൊടുക്കുന്നു? റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സിന്, ക്ലിയർ, കാർഗോ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാസഞ്ചർ റിലേറ്റഡ് ആയിട്ടായിക്കോട്ടെ, ക്ലിയർ, ഇതിനെല്ലാം അഡ്വാൻസസ് കൊടുക്കണം, ക്ലിയർ, റീഫിനാൻസിങ് കൊടുക്കണം. ദെൻ for carrying goods, public goods carrying vehicles subject to maximum of 2 vehicles, 2 vehicles വരെ. Then gross vehicle weight not exceeding 6 tons വരുന്ന ചില കണ്ടീഷൻ, ക്ലിയർ, വെച്ചിരിക്കുകയാണ്. ഇതിനനുസരിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുക. Then apart from this, it provides refinance to the extent of 70% under the farm mechanization. ഫാം മെക്കനൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മോഡേണൈസേഷൻ ഓഫ് ഫാമുകൾ, അല്ലേ. പഴയ രീതിയിലുള്ള ഫാമിംഗ് ഓപ്പറേഷനൊക്കെ മാറ്റി കളക്റ്റീവ് ഫാമിങ്ങിന് വേണ്ടിയിട്ടോ മെക്കനൈസേഷൻ, ട്രാക്ടർ, ട്രില്ലർ അല്ലെങ്കിൽ ഹാർവസ്റ്റിംഗ് മെഷീൻ, ക്ലിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനോ, ക്ലിയർ, അല്ലെങ്കിൽ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ, അല്ലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ്, മെഷീനറീസ് ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ, ഓക്കെ, മെക്കനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഹാർവസ്റ്റിങ്ങോ അതുപോലെ തന്നെ അല്ലേ ലാൻഡ് പ്രിപ്പറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് കൊടുക്കും. 90% ഓഫ് നോൺ ഫാം സെക്ടർ and 100% for SC/ST action plan, clear. Arvind, Mahima, SHG, clear. Then margin money scheme, dry land development, watershed development, clear. ഇങ്ങനെ ഒട്ടനവധി സ്കീംസ് അവർക്കുണ്ട്. ഓക്കെ, the central government has given permission to NABARD to bypass state cooperative banks in giving credit to farmers. അപ്പോൾ നേരത്തെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലൂടെയാണ് നൽകി വരുന്നത്, ക്ലിയർ. അപ്പോൾ നബാർഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് നൽകും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനോ അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചർ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കൊക്കെ നൽകും. ഇങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ് വരുന്നത്, ക്ലിയർ. 1999 ശേഷം സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ചില ലിമിറ്റഡ് പർപ്പസസിന് നബാർഡിന് ഡയറക്റ്റായിട്ട് ഈ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കോ റീജിയണൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ്സ് ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ കൃഷിക് സാത്തി സ്കീം, KSS എന്ന് പറയും, കൃഷക് സാത്തി സ്കീം, ക്ലിയർ. സോ ഫാമിംഗ് കമ്മ്യൂണിറ്റി ഇൻ ദി country faces several hindrances, a major one being the lack of industrial credit or institutional credit, clear. So most of the farmers still do not have access to the institutional credit which is facing them to borrow money, അല്ലേ. ഇങ്ങനെ കടം, ആവശ്യത്തിനുള്ള കടം ആവശ്യമുള്ള സമയത്ത് ലഭിക്കാത്തൊരു സാഹചര്യം ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ക്ലിയർ. ദെൻ മെയിൻലി അവരിപ്പോൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മണി ലെൻഡേഴ്സിനെയോ ഇൻഡിജിനസ് ബാങ്കേഴ്സിനെയൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. സോ ഇൻ ഓർഡർ ടു ഹെൽപ്പ് സച്ച് ഫാമർ, സം ഓഫ് ദ ബാങ്കേഴ്സ് ഹാവ് come out with a niche products such as debt refinancing products which enables farmers to redeem their outstanding dues to the money lenders, thereby lending ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്ലിയർ. അപ്പോൾ മണി ലെൻഡേഴ്സിൻ്റെ കൈവശം നിന്ന് നമുക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഡിജിനസ് ബാങ്കേഴ്സൊക്കെ ലോൺ എടുത്ത് എന്താ സംഭവിക്കുക നമുക്കറിയാം, അല്ലേ. നമ്മൾ കഥകളിലൂടെയും നോവൽസിലൂടെയൊക്കെ കേട്ടു, അല്ലെങ്കിൽ സിനിമയിലൂടെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലേ. അപ്പോൾ പണ്ട് കാലത്തെല്ലാം അങ്ങനെയുള്ള മണി ലെൻഡേഴ്സ്, ക്ലിയർ, ഫാർമേഴ്സിൽ നിന്ന് കുറേ ലോൺ കൊടുക്കും, ക്ലിയർ. അതിന് നമുക്കറിയാം അവരുടെ പലിശയുടെ റേറ്റ് എന്താ? എക്സോർബിറ്റൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ മുതൽ അടച്ചു തീർക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും, ക്ലിയർ. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യും? അവരെ ലാൻഡൊക്കെ എഴുതി വാങ്ങിക്കും. അവസാനം കർഷകർ, ഫാർമേഴ്സ് ലാൻഡ്ലെസ് ഫാർമേഴ്സായിട്ട് മാറും, അവർക്ക് ഫാമിംഗ് ലാൻഡ് ഇല്ലാതായിട്ട് മാറും, ക്ലിയർ. അതെല്ലാം അന്യാധീനപ്പെട്ടു പോകും. ഇതൊക്കെ അവർ കടക്കെണിയിലാണ് അകപ്പെടുക, അല്ലേ. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട്, ക്ലിയർ, പണ്ട് 1960കളുടെ പീരീഡിൽ, ക്ലിയർ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറയും, ക്ലിയർ, RCSS കമ്മിറ്റി, അവർ
റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒരു ഒപ്പീനിയൻ പറയണ്ടായി. ക്ലിയർ? ഇന്ത്യൻ ഫാമേഴ്സ് ആർ, അല്ലേ, അവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നേരത്തെയുള്ള കമ്മിറ്റികളുടെ ഒബ്സർവേഷൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞതാണ്. ക്ലിയർ? ദാറ്റ് ഈസ് ഇന്ത്യൻ ഫാമേഴ്സ് ആർ ബോൺ ഇൻ ഡെപ്റ്റ്, ക്ലിയർ, ലിവ് ഇൻ ഡെപ്റ്റ് ആൻഡ് ഡൈസ് ഇൻ ഡെപ്റ്റ് എന്നാണ് പറഞ്ഞത്. ക്ലിയർ? ഇന്ത്യൻ ഫാമേഴ്സ് എങ്ങനെ എന്ത് ചെയ്യുന്നു? ദേ ബോൺ ഇൻ ഡെപ്റ്റ്, കടത്തിലാണ് അവർ ജനിക്കുന്നത്. ക്ലിയർ? അതുപോലെ ലിവ്സ്, അവർ ജീവിക്കുന്നിടത്തോളം കാലം കടം ഉണ്ടാവും. അതുപോലെ തന്നെ ദേ ആൾസോ ഡൈസ് ഇൻ ഡെപ്റ്റ്, മരിക്കുന്ന സമയത്തും കടമായിട്ട് വരും. ക്ലിയർ? ഈ രീതിയിൽ ഒരു സാഹചര്യം നമ്മൾ റൂറൽ ഏരിയ അല്ലെങ്കിൽ വില്ലേജ് ഏരിയയിൽ വളരെ പ്രോമിനൻ്റ് ആയിരുന്നു. ക്ലിയർ? പ്രത്യേകിച്ച് അഗ്രികൾച്ചറിസ്റ്റിനിടയിൽ. ക്ലിയർ? അപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഇവരുടെ ക്ലച്ചസിൽ നിന്നും, മണി ലെൻഡേഴ്സ് എന്ന ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ ക്ലച്ചസിൽ നിന്നും ഫാമേഴ്സിനെ സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് നേരത്തെ, അല്ലേ, അവർ കടം വാങ്ങിച്ചിരിക്കുന്നത് സെറ്റിൽ ചെയ്ത് അവരിൽ നിന്ന് ബാധ്യത ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നതിന് വേണ്ടി, ക്ലിയർ, നബാർഡ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുമായി അസോസിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു സ്കീമാണ് എന്ത്? ഈ കൃഷക് സാത്തി സ്കീം, KSS. ഇതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു ഫാമർക്ക്, ക്ലിയർ, ഇങ്ങനെയുള്ള മണി ലെൻഡർക്കോ ഇൻഡിജിനസ് ബാങ്കേഴ്സിനോ കുറേയധികം കടം എടുത്തിട്ട് പൈസ, ക്ലിയർ, അടയ്ക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ, ക്ലിയർ, എന്ത് ചെയ്യാം? അത് മുഴുവനായിട്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ലയബിലിറ്റി മുഴുവനായിട്ടും ഈ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്ലിയർ? അപ്പോൾ മണി ലെൻഡേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റ് ഇവർ ചെയ്തോളും. അതോടുകൂടി മണി ലെൻഡേഴ്സിൻ്റെ കാര്യം പോയി. ക്ലിയർ? ഇനി പിന്നീട് എന്ത് ചെയ്യാൻ മതി? ഈ ബാങ്കുകളിലൂടെ, അല്ലേ, ഫാമേഴ്സ് അവർക്ക് അവരുടെ ക്രോപ്പ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അത് അടച്ചു തീർക്കാൻ പറ്റും. ക്ലിയർ? അപ്പം അങ്ങനെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ലോ റേറ്റ് അല്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലോ ഇൻട്രസ്റ്റ് റേറ്റിന് എന്ത് ചെയ്യുന്നു? ഇത് കൊടുക്കുന്നു. ക്ലിയർ? അപ്പം ഇത്തരത്തിൽ കർഷകരെ സേവ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നുള്ള സ്കീമാണ് KSS. Then village development plan. In most of the villages in the country still faces various constraints such as lack of access to safe drinking water, power, road network, lack of road network, lack of power connection, clear, and other infrastructural facility. അല്ലേ? നമുക്കറിയാം കൃഷിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നബാർഡ് വന്നതെങ്കിൽ പോലും, അല്ലേ, കൃഷിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൂടെ ഡെവലപ്പ് ചെയ്യണം? അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, റോഡ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം, പവർ ഉണ്ടായിരിക്കണം, അല്ലേ? ഇപ്പോൾ കൃഷിക്ക് മെക്കനൈസേഷൻ അല്ലെങ്കിൽ മോട്ടോർ പമ്പ്, അല്ലേ, വെള്ളമൊക്കെ പമ്പ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? മോട്ടോർ പമ്പ് സെറ്റ് പ്രവർത്തിക്കണം. അപ്പോൾ മോട്ടോർ പമ്പ് സെറ്റ് പ്രവർത്തിക്കണം എന്ത് ചെയ്യണം? നേരത്തേക്കാണ് ഡീസലോ മറ്റുള്ള ഡീസൽ എഞ്ചിനോ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണം. പക്ഷെ അത് അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസസ്, ക്ലിയർ, അപ്പോൾ പവർ കണക്ഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ പർപ്പസിനോ ഫാമിംഗ് ലാൻഡിനോ എസ്റ്റേറ്റുകൾക്കൊക്കെ പവർ കണക്ഷൻ ആവശ്യമായിട്ട് പവർ റിക്വയർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ വില്ലേജുകളിൽ പവർ ഉണ്ടെങ്കിലേ, പവർ കണക്ടിവിറ്റി ഉണ്ടെങ്കിലേ ഇതൊക്കെ സാധ്യമാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അത് ബിൽഡപ്പ് ചെയ്യുക. റോഡ് കണക്ടിവിറ്റി, അല്ലേ, കൃഷിയൊക്കെ ചെയ്തു, പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടാക്കി, പക്ഷെ അത് വിൽക്കുന്നതിന് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് റൂറൽ ഏരിയയിൽ നിന്നും ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ മാർക്കറ്റ് പ്ലേസിലേക്ക്, അർബൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? അർബണിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡുമായിട്ട് ഈ റൂറൽ നമ്മുടെ വില്ലേജ് ഏരിയയെ കണക്ട് ചെയ്യാനുള്ള റോഡ് നെറ്റ്വർക്ക് വേണം, അല്ലേ? അതില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാവും, അല്ലേ? ചിലപ്പോൾ ഒരു റിവർ ഉണ്ടാവും, ആ റിവറിൻ്റെ അപ്പുറത്ത് ആ നെക്സ്റ്റ് സൈഡിൽ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഒരു അർബൻ സെൻറ്റർ വരിക. ഈ റിവറിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ഗ്രാമം ഉള്ളത്, അല്ലേ? ഈ റിവർ ക്രോസ് ചെയ്യുന്നതിന് നമുക്കൊരു പാലം ഉണ്ടാവില്ല, അപ്പോൾ ബ്രിഡ്ജസ് ആവശ്യമായിട്ട് വരും. ക്ലിയർ? അപ്പം ഇങ്ങനെയുള്ള കുറേയധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് പലപ്പോഴും റൂറൽ ഡെവലപ്മെൻറ്റിന്, വില്ലേജ് ഡെവലപ്മെൻറ്റിന് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കാറുണ്ട്. ക്ലിയർ? ഇംപിഡിമെൻ്റ് ആയിട്ട് വരാറുണ്ട്. ക്ലിയർ? ഒരു ബ്ലോക്കേഡ് ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നബാർഡ് ആവിഷ്കരിച്ച സ്കീമാണ് വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്ലാൻ. ഒരു വില്ലേജിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. ക്ലിയർ? അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് അപ്രൂവ് ചെയ്ത്, ക്ലിയർ, ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് പ്ലാനിങ് കമ്മിറ്റിയിലൂടെയൊക്കെ അപ്രൂവ് ചെയ്ത് നബാർഡിന് ഒരു പ്രോജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള, ക്ലിയർ, ഫണ്ട് ഫിനാൻസിങ് ആര് നൽകുന്നു? നബാർഡ് നൽകുന്നു. ക്ലിയർ? അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിവർ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുകയോ, റോഡ്, അല്ലേ, ഗ്രാമത്തിലേക്കുള്ളൊരു റോഡ് കണക്ടിവിറ്റി കൊണ്ടുവരികയോ, ഓക്കെ, അതുപോലെ തന്നെ പവർ കണക്ടിവിറ്റിക്ക് വേണ്ടി ലൈനുകളോ, അല്ലേ, ഇലക്ട്രിക് ലൈനുകളൊക്കെ വലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, അല്ലേ, കോസ്റ്റ് മീറ്റ് ചെയ്യുക, ഇതിന് ആവശ്യമായുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു? നബാർഡിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ വില്ലേജിലുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ നബാർഡ് ഹാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, VDP എന്നാണ് പറയുക, കവറിങ് 5 villages in each of the pilot project. Clear? Pilot project with integrated development. Clear? അപ്പോൾ PPID എന്നാണ് പറയുക. ആ രീതിയിൽ
ഇതിനെ ഒരു പ്രോജക്റ്റാക്കി കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് മാനേജേഴ്സ് ആൻഡ് വില്ലേജ് ഇൻ ഈച്ച് ഓഫ് ദി ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് മാനേജർ ഡിസ്ട്രിക്ട്സ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു സ്കീമിൻ്റെ ഫലമായിട്ട് വളരെയധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എവിടെ ഉണ്ടായിട്ടുണ്ട്, റൂറൽ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എന്തിനു സഹായിക്കും? ഇൻഡയറക്റ്റായിട്ട് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ റൂറൽ ഏരിയയിലുള്ള ഓക്കുപ്പേഷൻ അല്ലേ അല്ലെങ്കിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അഗ്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സൊക്കെ അവിടെ വരാൻ വേണ്ടിയിട്ടും മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ വരാനും ക്ലിയർ, അതുപോലെ കോട്ടേജ് ഇൻഡസ്ട്രീസും വില്ലേജ് ഇൻഡസ്ട്രീസൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ കാരണമായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെയാണ് വാട്ടർഷെഡ് പ്രോജക്ട്സ് ഇൻ 31st ഡിസ്ട്രിക്ട്, ഡിസ്ട്രസ്ഡ് ഡിസ്ട്രിക്ട്. ക്ലിയർ, വാട്ടർഷെഡ് നമുക്കറിയാൻ പറ്റും അല്ലേ, നീർമറി പ്രദേശങ്ങൾ അല്ലെങ്കിൽ വാട്ടർഷെഡ്. ക്ലിയർ, വെള്ളം, ജലസംഭരണി. ക്ലിയർ, നമുക്കറിയാം ചില നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ ക്ലിയർ മഴ നിഴൽ പ്രദേശങ്ങളായിട്ട് അറിയപ്പെടുന്നു. ക്ലിയർ, ഇങ്ങനെ ഒരു മഴ നിഴൽ പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ വാട്ടർ സപ്ലൈ വളരെ കുറവായിരിക്കും, റെയിനും ഉണ്ടാവില്ല, അതുപോലെ തന്നെ വെള്ളം, ജലസേചന സൗകര്യങ്ങളും കുറവായിരിക്കും. ഇവിടെ കൃഷി മറ്റുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷേ വളരെയധികം വാസ്റ്റായിട്ടുള്ള ലാൻഡ് ഉണ്ടാവും. ക്ലിയർ, കുറേ ഇതൊക്കെ വേസ്റ്റ് ലാൻഡായിട്ട് ഇട്ടിരിക്കുകയായിരിക്കും. ക്ലിയർ, ഇവിടെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ, വാട്ടർ ഷെഡ്സ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി ഇറിഗേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് നമുക്ക് കൂട്ടാനും അതുവഴി കൾട്ടിവേഷൻ കൂട്ടാനും ക്ലിയർ ഒക്കെ സാധിക്കും. അപ്പം അതിനു വേണ്ടി ഒരു 31 ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളെ തിരഞ്ഞെടുക്കുകയും അവിടെ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ലിയർ, സോ മഹാരാഷ്ട്രയിൽ പ്രൈം മിനിസ്റ്റർ, ദാറ്റ് ഈസ് ഇൻ പെർസുവൻറ്റ് ടു ദ പ്രൈം മിനിസ്റ്റേഴ്സ് വിസിറ്റ് ടു ദി ഡിസ്ട്രസ്ഡ് ഡിസ്ട്രിക്ട്സ് ഇൻ വിദർഭ റീജിയൻ. ഇതിനെ വിദർഭ പാക്കേജ് എന്ന് കൂടെ പറയാറുണ്ട്. ക്ലിയർ, 2006 കൊണ്ടുവന്നുള്ളൊരു പാക്കേജാണ്. ക്ലിയർ, വിദർഭയിലുള്ള കർഷകർ കുറേയധികം ആത്മഹത്യയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്ന ഒരു സാഹചര്യത്തിൽ ക്ലിയർ അവിടെ കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവിടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ സന്ദർശിക്കുകയും, ക്ലിയർ മൻമോഹൻ സിംഗ് ആയിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം സന്ദർശിക്കുകയും അപ്പോൾ അവിടെയുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയും ക്ലിയർ അങ്ങനെ ഒരു പാക്കേജായിട്ട് കൊണ്ടുവരികയും ചെയ്തു. ക്ലിയർ, അങ്ങനെ നബാർഡിനെയാണ് ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ അത് വിദർഭ പാക്കേജ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, so NABARD decided to launch the integrated watershed development intervention combined with the livelihood support measures in 6 affected districts of Vidarbha region of Maharashtra. Clear? Then watershed development measures would be taken up about 15,000 hectares in each of the 6 districts as a participation program. Micro level infrastructure development was regarded as sustainable management of soil and water resources. ഇങ്ങനെയുള്ള കുറച്ച് മെഷേഴ്സൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് സോയിൽ റിസോഴ്സസ്, വാട്ടർ കൺസർവേഷൻ, ക്ലിയർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ കൊണ്ടുവന്ന് അവിടെ കൾട്ടിവബിളാക്കി മാറ്റുമ്പോൾ ഫാർമേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അവർ എടുത്തിരിക്കുന്ന ലോണുകളൊക്കെ അടച്ചു തീർക്കാൻ പറ്റും അല്ലേ, വരുമാനം ഉണ്ടാകും, അവർക്ക് ഓക്യുപ്പേഷൻ ഉണ്ടായി അല്ലേ, അപ്പോൾ അവർ സൂയിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറാനും ഒരു ഡിസ്ട്രസ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനും കഴിയും. അതിന് വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായി അല്ലേ എല്ലാ പ്രദേശങ്ങളിലും ആളുകൾക്ക്, പ്രത്യേകിച്ച് വില്ലേജ് ആൻഡ് റൂറൽ ഏരിയയിലും അതുപോലെ അഗ്രികൾച്ചറിസ്റ്റിനിടയിലും ഫാമേഴ്സിനിടയിലൊക്കെ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോത്സാഹിപ്പിക്കുക. ഒരു ബാങ്ക് അക്കൗണ്ട് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, ക്രെഡിറ്റ് കാർഡ് എന്താണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC ഒക്കെ എങ്ങനെ അത് അവൈൽ ചെയ്യുക, അതിൻ്റെ ഉപയോഗം എന്താണ്, ക്ലിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലിറ്ററസി, ക്ലിയർ ഫിനാൻഷ്യൽ ലിറ്ററസി കൊണ്ടുവരികയും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് അവരെ കൂടെ ഒരു കർഷകർക്ക് കുറച്ച് ലാൻഡ് ഉണ്ടെങ്കിൽ അല്ലേ മറ്റുള്ള പ്രൊസീജിയറൊന്നും ഇല്ലാതെ അവർക്കും ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം. ക്ലിയർ, അപ്പോൾ ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള മെഷേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാധ്യമാക്കുക. അതുപോലെ മൈക്രോ ക്രെഡിറ്റിന് വേണ്ടി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, കുടുംബശ്രീ യൂണിറ്റുകളെ പോലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഫോർമുലേറ്റ് ചെയ്യുകയും അല്ലേ അവിടെ ചെറിയൊരു ഓക്യുപ്പേഷൻ അല്ലേ അവർ നമുക്കറിയാം, നമ്മൾ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ആ രീതിയിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചെറിയ ഇൻഡസ്ട്രീസോ കോട്ടേജ് ഇൻഡസ്ട്രീസോ അല്ലേ, അതല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഓക്യുപ്പേഷൻസോ അല്ലേ, ഒരു ക്യാൻറ്റീൻ ആവാം, അല്ലെങ്കിൽ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ് മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആവാം. ക്ലിയർ, ഇങ്ങനെ ഏത് തരത്തിലുള്ള ഓക്യുപ്പേഷനും അവർ സ്കിൽ ബേസ്ഡ് ആയിട്ട് അവരവർക്ക് കഴിയുന്ന രീതിയിൽ അവർക്ക് ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടി റിവോൾവിംഗ് ഫണ്ടും ഇനീഷ്യൽ ഫണ്ടും ഒക്കെ നൽകുന്ന
കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. ക്ലിയർ? ഇതൊക്കെയാണ് നബാർഡിൻ്റെ പ്രധാനപ്പെട്ട സ്കീംസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നബാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ക്ലിയർ? അപ്പോൾ നബാർഡിൻ്റെ വെബ്സൈറ്റിൻ്റെ ID ഇതാണ്, URL ഇതാണ്, nabard.org. ക്ലിയർ? അപ്പോൾ അതിൽ മെന്യൂസ് ഉണ്ട്. അപ്പോൾ മെനു നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഹൂ വി ആർ, ക്ലിയർ, നബാർഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും. വാട്ട് വി ഡു അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ അവിടെ ഒരു മെനു നമുക്ക് കാണാൻ പറ്റും അല്ലേ, വാട്ട് വി ഡു. അപ്പോൾ എന്തൊക്കെയാണ് നബാർഡിൻ്റെ ഫങ്ഷൻസ്, ക്ലിയർ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻ ഇവിടെ കുറേയധികം കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? സോ ഡയറക്റ്റ് ഫിനാൻസ് ഫങ്ഷൻസ് അവർ പെർഫോം ചെയ്യുന്നു, റീഫിനാൻസിങ് ഫങ്ഷൻ പെർഫോം ചെയ്യുന്നു. എന്തിലേക്കാണ് റീഫിനാൻസിങ് ചെയ്യുന്നത്, ക്ലിയർ, ഡയറക്റ്റ് ഫിനാൻസിങ്ങിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് കൊടുക്കുക എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഫങ്ഷൻസിനെ കുറിച്ച് നോക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കീംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ 2015 വരെയുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള റിസോഴ്സസ് അല്ലെ, സ്റ്റഡി മെറ്റീരിയൽസ് നോക്കിയത്. ക്ലിയർ? അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഹൂ വി ആർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നബാർഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, അവരുടെ ജെനിസിസ് എന്താണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കമ്മിറ്റിയെ കുറിച്ച് പറയണ്ടായി അല്ലേ, 1979 സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. അവരെ പറയുന്നത് എന്താണ്, കമ്മിറ്റി ടു റിവ്യൂ, ക്ലിയർ, ദി അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതിനെ ക്രാഫിക്കാർഡ്, CRAFICARD, ക്രാഫിക്കാർഡ് എന്നാണ് പറയുക. ക്ലിയർ? ക്രാഫിക്കാർഡ്, എ കമ്മിറ്റി ടു റിവ്യൂ ദി arrangement for institutional credit and agriculture and rural development. Clear? That was in the year 1979. Clear? 1979 appointed under the chairmanship of Sri Shivaram. Clear? Shivaraman. Clear? Former member of the planning commission. Planning commission member ആയിരുന്നു. അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് നബാർഡ് രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, 1981 നമ്മൾ എന്ത് ചെയ്തു, formation of National Bank for Agriculture and Rural Development Bank was approved by the planning, clear, Parliament. Clear? ഒരു ആക്ട്, പാർലമെൻറ്റ് ഒരു ആക്ട് പാസ്സാക്കി 1981 അത്. അതനുസരിച്ചിട്ടാണ് 1982 നമ്മൾ എന്ത് ചെയ്യുന്നത്, നബാർഡ് നിലവിൽ വരുന്നത്. ക്ലിയർ? സോ it came into existence in 12th July 1982. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, RBIയുടെ ഫങ്ഷൻസും ARDCയുടെ ഫങ്ഷൻസും രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, നബാർഡ് വരുന്നത്. ഓക്കെ, നബാർഡിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ. ക്ലിയർ? ഇപ്പോൾ എത്രയാണ് വരുന്നത്, 2020 മാർച്ച് മാസത്തിലെ കണക്കനുസരിച്ച്. ക്ലിയർ? സോ ഈസ് പെയ്ഡപ്പ് ക്യാപിറ്റൽ ഈസ് stood at ₹14,080. ക്ലിയർ? 14,080 കോടി രൂപയാണ് അതിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, മെച്ചോറിറ്റി സ്റ്റേക്ക് ഹോൾഡിംഗ് ഇപ്പോഴും ആർക്കാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാണ്. അവരുടെ വിഷൻ എന്താ, സോ ദാറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് നാഷണൽ ആൻഡ് ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പെരിറ്റി. ക്ലിയർ? സോ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നാഷൻ, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നുള്ള രീതിയിലാണ് നബാർഡ് അവരുടെ വിഷൻ പറയുന്നത്. ക്ലിയർ? ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നാഷൻ ഫോർ ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പെരിറ്റി. ക്ലിയർ? അതിൻ്റെ മിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് equitable agricultural and rural development through participative and financial, non-financial interventions, innovations and technology and institutional development for the securing prosperity. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇവരുടെ മിഷനായിട്ട് പറയുന്നത്. ഓക്കെ, വളരെ ബ്രോഡായിട്ട്. ക്ലിയർ? ഈ വിഷനൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള അവരുടെ ഒരു സിമ്പിൾ ഉണ്ട്, നബാർഡിൻ്റെ സിമ്പിൾ. ക്ലിയർ? ഒരു ആൽമരത്തിൻ്റെ സിമ്പിളാണ്. ക്ലിയർ? അതിലവർ പറയുന്നത് എന്താ, ഇതിൻ്റെ മെയിനായിട്ടുള്ള ട്രങ്ക് അല്ല ഞങ്ങൾ നോക്കുന്നത്, പിന്നെന്താണ്, വി കൺസേൺഡ് അബൌട്ട് ദ ബ്രാഞ്ചസ്. ക്ലിയർ? എന്താ ബ്രാഞ്ച്, നബാർഡ് മാത്രമല്ല അല്ലേ. അപ്പോൾ നബാർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, നബാർഡ് ഒരു കോർഡിനേറ്റിംഗ് ഏജൻസിയാണ്. ക്ലിയർ? അതിൽ എന്ത് ചെയ്യുന്നു, കുറേ ഏജൻസികളും കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസും RRBസും കോപ്പറേറ്റീവ് ബാങ്കുകളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളും, ക്ലിയർ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളും കൊമേഴ്ഷ്യൽ ബാങ്കുകളും, ക്ലിയർ, അങ്ങനെയുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസികളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം കൂടെ വരുന്ന സമയത്ത് ഒരു വലിയ ആൽമരം പോലെ അല്ലേ, സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന അല്ലേ, വലിയൊരു പ്രദേശത്തേക്ക് സ്പ്രെഡ് ചെയ്ത് തണൽ നൽകുന്നൊരു വൃക്ഷം പോലെയായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സിമ്പിളാണ് നബാർഡ് സിമ്പിളൈസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നബാർഡിനൊരു യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ. സോ നബാർഡിൻ്റെ യൂട്യൂബ് ചാനൽ, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ? ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ നിങ്ങൾക്കൊരു ലിങ്കായിട്ട് ഇട്ടുതരാം. ക്ലിയർ? കുറേയധികം വീഡിയോസ് ക്ലിയർ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ
മനസ്സിലാക്കണം. നബാർഡിൻ്റെ ഏരിയ എന്താണ്, അല്ലെങ്കിൽ അവരെന്തിനൊക്കെ ഫിനാൻസ് ചെയ്യുന്നു, എന്തുമാത്രം അവർ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, ക്ലിയർ, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ക്ലിയർ. അതിൽ ഓരോ സംസ്ഥാനങ്ങളുടെ ഉണ്ട്. ഞാനവിടെ നിങ്ങൾക്ക് കേരളത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസിൻ്റെ URL ക്ലിയർ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കാം.